നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇനി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് ചോപ്പറാണ് ഈ കാണുന്നത്. ഇതെനിക്ക് റീസ്റ്റോറേഷൻ്റെയൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി സ്ക്രാപ്പിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ കാണുന്ന ഇലക്ട്രിക് ചോപ്പറും പിന്നെ ഒരു ഹെഡ്ലൈറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇലക്ട്രിക് ചോപ്പർ ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ ഇത് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഫ്ലാറ്റ് ടൈപ്പാണ് അതിൻ്റെ പ്ലഗ്. ഈ ഇലക്ട്രിക് ചോപ്പർ 120 വോൾട്ടിൻ്റെയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഡയറക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായിരിക്കും ആക്രിയിൽ കളഞ്ഞത്. ഇതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഇടാൻ വേണ്ടിയുള്ള ജാറ് കണ്ടാൽ തന്നെ അറിയാം ഒട്ടും യൂസ് ചെയ്യാത്തതാണ്. പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ കവറെല്ലാം അഴിച്ച് ഇതിൻ്റെ മോട്ടർ അഴിക്കാനാണ് പ്ലാൻ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കണമെങ്കിൽ 230 വോൾട്ടിനെ 120 വോൾട്ട് ആക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറൊക്കെ വേണം. അപ്പോൾ ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇനി റെഡിയാക്കി എടുക്കണമെങ്കിൽ 12 വോൾട്ടിൻ്റെ ഒരു DC മോട്ടർ എൻ്റെ കയ്യിലിരിക്കേണ്ടായിരുന്നു. അത് കറക്റ്റ് ഇതിൻ്റെ അകത്ത് പാകമാവുകയും ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ആ മോട്ടർ ഫിറ്റ് ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത ടൈമാണെങ്കിലും 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ അതിൽ നിന്നും വർക്ക് ചെയ്യിപ്പിക്കാം. ഈ ഇലക്ട്രിക് ചോപ്പർ ഞാൻ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിയത് 100 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഗിയറും സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റിയ ശേഷം ഇനി മോട്ടർ ഊരിയെടുക്കാം. ഇത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു DC മോട്ടറാണ്. ഇതിൻ്റെ ഷാഫ്റ്റ് വരുന്നത് 3.7 mm ആണ്. ഈ മോട്ടർ ഞാൻ കുറേ നാളായി വാങ്ങിയിട്ട്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ടൈമിൽ 160 രൂപയായിരുന്നു റേറ്റ്. അപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് തന്നെ മോട്ടർ ഫിറ്റ് ചെയ്യാം. മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഗിയറിൻ്റെ ഹോള് കുറച്ച് വലുതാണ്. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കുറച്ച് വലുതാക്കാൻ വേണ്ടി ഈ വയറിലേക്ക് ഫിറ്റ് ചെയ്യണ ലെഗിൻ്റെ ഒരു പീസ് കിടന്നു. അത് കറക്റ്റ് അതിൽ പാകമായിരുന്നു. അത് ഫിറ്റ് ചെയ്ത ശേഷമാണ് ഗിയർ അതിലേക്ക് കയറ്റി വെച്ചത്. അപ്പോൾ മോട്ടർ ഇനി അതിലേക്ക് ഫിറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം അഴിച്ചെടുത്ത സ്ക്രൂ എല്ലാം കറക്റ്റ് നമുക്ക് ഈ മോട്ടറിലും പറ്റും. ഇനി മോട്ടറിൻ്റെ 2 ലെഗുകളിലേക്കും ഓരോ വയറുകൾ വീതം സോൾഡർ ചെയ്തെടുക്കാം. ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു DC ഫീമെയിൽ സോക്കറ്റും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ സ്വിച്ചിൽ നിന്നാണ് ഞാൻ ഈ മോട്ടറും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് പ്രസ് ചെയ്യാൻ ടൈപ്പ് സ്വിച്ചാണ്. അത് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ ജാറെല്ലാം വെച്ച് മുകളിലുള്ള കവറുകൾ വെച്ച ശേഷം മാത്രമാണ് അത് ഓൺ ആവുള്ളൂ. അപ്പോൾ സ്വിച്ചിൽ നിന്ന് തന്നെ വയർ മോട്ടറിലേക്ക് കൊടുക്കാനുള്ളതും സോക്കറ്റിലേക്ക് കൊടുക്കാനുള്ള വയറെല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുത്ത ശേഷം ഗിയറും വെച്ച് ബാക്കിലത്തെ കവർ നമുക്ക് അടച്ചെടുക്കാം. ഇതിൻ്റെ ബാക്കിലത്തെ കവർ അഴിക്കാൻ നേരത്തും കുറച്ച് പെട്ടായിരുന്നു. 3 സ്ക്രൂകളെല്ലാം ഒരേ ടൈപ്പും ഒരു സ്ക്രൂ വേറെ ടൈപ്പും ആയിരുന്നു. ഇനി ഇതിൻ്റെ ജാറും ബ്ലേഡും എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം സാനിറ്റൈസർ അടിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇലക്ട്രിക് ചോപ്പർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൈഡിലാണ് DC ഫീമെയിൽ സോക്കറ്റ് ഫിറ്റ് ചെയ്തത്. ഇത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കിടിലും ക്വാളിറ്റിയാണ് ഇതിൻ്റെ ജാറിനും ബ്ലേഡിനൊക്കെ. ഇനി നമ്മുടെ ഇലക്ട്രിക് ചോപ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് സബോളയാണ്. ഞാനിപ്പോൾ ഇതിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ വെച്ചാണ്. അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ കട്ട് ചെയ്യാനുള്ളത് ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട ശേഷം മുകളിലുള്ള കവർ വെച്ച് ലോക്ക് ചെയ്ത ശേഷം മാത്രമാണ് സ്വിച്ച് ഓൺ ആവുള്ളൂ. 12 വോൾട്ടിൻ്റെ DC മോട്ടർ വെച്ചാലും അത്യാവശ്യം നല്ല കിടിലും പവറാണ് ഗിയറൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൽ വളരെ വേഗത്തിൽ തന്നെ എല്ലാം നന്നായിട്ട് തന്നെ കട്ടായി കിട്ടി. ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോ പിന്നെ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.